പാർട്ണർഷിപ്പ് അക്കൗണ്ടിന്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് ഒരു ബേസിക് പ്രോബ്ലം ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അതിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര ഓണേഴ്സ് ഉണ്ടോ അത്രയും എന്ത് വരും, ക്യാപിറ്റൽ അക്കൗണ്ട് വരും. ഇപ്പൊ രണ്ടുപേര് ചേർന്നിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ക്യാപിറ്റൽ അക്കൗണ്ട് കാണും? രണ്ടെണ്ണം കാണും. 4 പേർ ചേർന്നിട്ടാണെങ്കിലോ 4 എണ്ണം കാണും. അപ്പോ ഓർക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസിന്റെ അകത്ത് ഓണറിന് എന്തുമാത്രം ക്ലെയിം ഉണ്ട് എന്ന് കാണിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു പാർട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ച് നമുക്ക് കാണിക്കുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. ഷിഖാവത്ത് ആൻഡ് പുഷ്പ സ്റ്റാർട്ടഡ് എ ടിംബർ ഷോപ്പ് ഇൻ പാർട്ണർഷിപ്പ് with capital of rupees 20,000 and rupees 40,000 respectively. ഷിഖാവത്ത് ആരാണെന്നോ പുഷ്പ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവർ രണ്ടുപേരും കൂടെ ഒരു തടികട തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് നമ്മുടെ സംഭവം. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യണം? ഷിഖാവത്ത് ഒരു 20,000 പുഷ്പ അത്യാവശ്യം ക്യാഷുള്ള ആണല്ലോ, ഒരു 40,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ട് 60,000 രൂപ മൊത്തം മുതൽ മുടക്കിൽ ഇവരെന്ത് ചെയ്യാണ്? ഒരു തടിക്കട തുടങ്ങുകയാണ്. അവര് തുടങ്ങിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും ഓർപ്പിക്കുന്നു, പാർട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ എഴുതുന്ന എഗ്രിമെന്റിന്റെ പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. അവിടെ വളരെ വ്യക്തമായിട്ട് അവരുടെ എല്ലാ ടേംസും കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ദേ മെയ്ഡ് ആൻ എഗ്രിമെന്റ് അണ്ടർ വിച്ച് ഷിഖാവത്ത് വിൽ ബി വർക്കിംഗ് ഫുൾ ടൈം ഫോർ ദ ഷോപ്പ് ഫോർ വിച്ച് ഹി ഡിസേർവ്സ് എ മന്ത്ലി സാലറി ഓഫ് rupees 1,200 ആണ്. സംശയം 1,200 മാസം ശമ്പളം കൊടുക്കും. ശിഖാവത്ത് മറ്റേ പുഷ്പയ്ക്ക് അത്യാവശ്യം കാട്ടിന്റെ അകത്ത് പോയി ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് കടയിലിരിക്കാൻ പറ്റത്തില്ല. ശിഖാവത്ത് എന്ത് ചെയ്യും? ഞാൻ ഫുൾ ടൈം കടയിരുന്ന് കട നോക്കിക്കൊള്ളാം, പക്ഷെ എനിക്ക് എന്ത് വേണം? മാസം കട നോക്കുന്നതിന് പ്രോഫിറ്റിന്റെ ഭാഗം തരുന്നതിലുപരി എനിക്ക് എന്ത് വേണം? ഒരു 1,200 മാസം ശമ്പളവും കൂടെ കിട്ടണം എന്ന് ആര് പറയാണ്? ശിഖാവത്ത് പറഞ്ഞു. എഗ്രിമെന്റിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. മോറോവർ ദേ എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഇൻ 1:2 റേഷ്യോ. അവർക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ അവർ എന്ത് ചെയ്യും? ഷെയർ ചെയ്തെടുക്കും. അതായത് 3 രൂപ ലാഭം കിട്ടിയ 1 രൂപ ആർക്ക് പോവും? നമ്മൾ ആദ്യത്തെ ആളായ ഷിഖാവത്തിന് പോവും. 2 രൂപ ആർക്ക് പോവും? പുഷ്പയ്ക്ക് പോവും. കാരണം എന്തുകൊണ്ടാ? ഒരു മോസ്റ്റ് ഫേവറബിൾ റീസൺ എന്താണ്? ഷിഖാവത്ത് 20,000 രൂപ കൊടുത്തിട്ടുള്ളൂ. പുഷ്പ എത്ര കൊടുത്തിട്ടുണ്ട്? 40,000. അതായത് ഷിഖാവത്ത് കൊടുത്തതിന്റെ ഇരട്ടി ആര് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മുടെ പുഷ്പ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് വീതിക്കുമ്പോൾ ഷിഖാവത്തിന് എന്ത് കിട്ടുന്നു? അതിന്റെ ഇരട്ടി ആരർഹിക്കുന്നു? നമ്മുടെ പുഷ്പ അർഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് അവർ എഗ്രിമെന്റിൽ പറയുന്ന കാര്യമാണ്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ദ പാർട്ട്നേഴ്സ് വെയർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് വെയർ ലയബിൾ ടു പേ 8% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ദേ മേക്ക്. ഓക്കെ, അപ്പോ ഇവർ കൊടുത്ത ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതൊരു ക്യാപിറ്റലായിട്ട് നമ്മുടെ ഷിഖാവത്ത് 20,000 കൊടുത്തിട്ടുണ്ട്, പുഷ്പ 40,000 തന്നിട്ടുണ്ട്. ഇവർ എത്ര രൂപയാണോ ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ 10% ഇവർക്ക് എന്തായിട്ട് എല്ലാ വർഷവും കിട്ടും? ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാ വർഷവും കിട്ടും. എല്ലാ വർഷവും ഇവരുടെ ക്യാപിറ്റലിന്റെ മേൽ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടും? ഇതിന്റെ 10% കിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ഈ പറഞ്ഞ സാലറി പോലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പ്രോഫിറ്റിന്റെ ഷെയർ എന്നതിനുപരി ഇവർക്ക് കിട്ടുന്ന കാര്യമാണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. ക്യാപിറ്റലിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ. ഓക്കെ, ദെൻ വാട്ട്? അതേപോലെ അവർ ക്യാപിറ്റൽ കൊടുത്ത ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെ ഇവര് എന്തെങ്കിലും ഡ്രോയിങ്സ് ചെയ്യുകയാണെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് ഡ്രോയിങ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രോയിങ്സിന് എന്തും കൂടെ കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റും കൂടെ കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കമാണ്, എനിക്കറിയാം, ഞാൻ അധികം ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് മനസ്സിലാക്കുക, കാര്യം മനസ്സിലായില്ലേ? എന്തൊക്കെ ഒരു പാർട്ണർഷിപ്പ് ക്വസ്റ്റ്യൻ്റെ അകത്ത് വരാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് എനിക്ക് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോ പിന്നെ എന്ത് പറയുന്നുണ്ട്? ഫോർ ദ ഇയർ എൻഡഡ് ഷിഖാവത്ത് ആൻഡ് പുഷ്പ മേഡ് എ ഡ്രോയിങ്സ് ഓഫ് 500 and 200 റെസ്പെക്റ്റീവ്ലി. ഷിഖാവത്ത് ഒരു 500 രൂപയും നമ്മുടെ പുഷ്പ ഒരു 200 രൂപയും ബിസിനസ്സിൽ നിന്ന് ഡ്രോയിങ്സ് ആയിട്ട് എടുത്തോട്ട് കിട്ടുന്ന പ്രോഫിറ്റിനുപരി ഡ്രോയിങ്സ് ആയിട്ട് എത്ര എടുത്തോണ്ട് പോയി? 500 രൂപയും 200 രൂപ എടുത്തോണ്ട് പോയി. The firm made a profit of rupees 4,500 this year. ഇത്രയും കാര്യങ്ങൾ ഈ ഫേമയുടെ പ്രോഫിറ്റിന്റെ തൊട്ട് മുമ്പേ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഇവിടെ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പാർട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞ കാര്യം, ബാക്കി ഈ വർഷത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ
ഒരു ബേസിക് ഐഡിയ, ഏറ്റവും സിമ്പിൾ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്താണ് പാർട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് ചെയ്യാനുള്ളതെന്നൊരു ധാരണ കിട്ടും. നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തു നോക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യാൻ പറ്റും. അത് രണ്ടും ചോദിക്കാറുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടുകളും വരാം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം നമുക്ക് എങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ശിഖാവത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ശിഖാവത്ത് എന്ന് വെറുതെ എഴുതിയ പോലെ ശിഖാവത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അതേപോലെ എന്ത് കാണും, പുള്ളിയുടെ കറണ്ട് അക്കൗണ്ട് കാണാം. പുഷ്പയ്ക്ക് ഒരു അക്കൗണ്ട് കാണാം, പുള്ളിയുടെ എന്ത് കാണാം, കറണ്ട് അക്കൗണ്ട് കാണാം. അതായത് പുള്ളിയുടെ പേരിൽ പുഷ്പ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയണം. ക്യാപിറ്റൽ അക്കൗണ്ട്, ഓണറുടെ പേരും നമ്മൾ സാധാരണ എഴുതുന്ന വെറുതെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതാറുള്ള കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പുകളാണ്. ഇവിടെ എന്താണ്, ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അതുകൊണ്ട് എന്ത് കാണും, ഒന്നിലധികം ഓണേഴ്സ് കാണും. ഓരോ ഓണറിന്റെ പേരിലെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണും. ഇവിടെ ഡേറ്റ് കോളം, നമ്മൾ ഈ ഒരു കേസിലെ ഡേറ്റ് കോളത്തിനുള്ള റിലവൻസ് കാണത്തില്ല. ബട്ട് ഓർക്കുക, ഡേറ്റ് എഴുതി തന്നെ പോകണം. ഇവിടെ ഇതിലൊന്നും ഡേറ്റ് പറയാത്തത് നമ്മൾ ഇപ്പൊ ഡേറ്റ് കോളത്തിൽ എഴുതുന്നില്ല. ഫസ്റ്റ് ഏറ്റവും ആദ്യം പറയുന്ന കാര്യം, രണ്ടുപേര് എന്ത് ചെയ്തു, ക്യാപിറ്റൽ കൊണ്ടുവന്ന കാര്യമാണ്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ജേണൽ എൻട്രി എന്താണ്, ക്യാഷ് ആയിട്ടായിരിക്കും കൊണ്ടുവന്നേ. വേറെ ഒന്നും പറയുന്നില്ലല്ലോ. വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ വേറെ എന്തെങ്കിലും അസറ്റിന്റെ പേരിൽ പോയേനെ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് എഴുതണം, ക്യാഷ് എന്ന് എഴുതുക. എമൗണ്ട് എത്രയായിരുന്നു, ശിഖാവത്ത് കൊണ്ടുവന്ന എമൗണ്ട് 20,000 രൂപ. 20,000. ഓക്കെ, അപ്പോ ഇതുപോലെ എന്തുണ്ട്, മറ്റേ പുള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ തെറ്റി. നമ്മൾ ഇനി അറിയേണ്ട ഒരു കാര്യം, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത, അവിടെ നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ടിന് വലിയ പണി കൊടുക്കത്തില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് ഏതാണ്ട് ഫിക്സഡ് ആയിരിക്കും. എന്തെങ്കിലും അഡീഷൻ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്സ് എടുക്കത്തില്ല. അഡീഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മാത്രമേ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു കുലുക്കം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷം മുഴുവനും ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തേ കാണത്തുള്ളൂ, ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ക്യാഷ് എമൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു എമൗണ്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇനി ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ സംഭവിക്കുമോ അതെല്ലാം നമ്മൾ എവിടെ എഴുതും, അവരുടെ റെപ്രസെന്റേറ്റീവ് കറണ്ട് അക്കൗണ്ടിലോട്ട് എഴുതും. ഇപ്പൊ ശിഖാവത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ശിഖാവത്തിന്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് എഴുതും. ഇനി പുഷ്പമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പുള്ളിയുടെ കറണ്ട് അക്കൗണ്ടിലേക്കായിരിക്കും മറ്റു കാര്യങ്ങൾ എഴുതുന്നത്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് റോളേ ഉള്ളൂ, എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ബിസിനസിന്റെ ലൈഫിൽ വലിയൊരു ടൈം അത് എന്തായിട്ട് നിൽക്കും, ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ വർഷത്തേക്ക് ഞാൻ എന്താ ഇവിടെ ക്യാഷ് എന്ന് എഴുതി, ഇനി ഇതിനകത്ത് വേറെ റോളുകളൊന്നുമില്ല. ഇനി എന്താ സംഭവിച്ചത്, പുള്ളിക്ക് നമ്മുടെ ശിഖാവത്തിന് ഒരു ഫുൾ ടൈം എംപ്ലോയി നിൽക്കുന്നുണ്ട്, എല്ലാ മാസവും 1,200 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ പുള്ളിക്ക് എത്ര സാലറി കിട്ടണം, 1,200 × 12, 1,200 വെച്ച് 12 മാസത്തേക്ക് 14,400 കിട്ടണം. നമുക്കറിയാം സാലറി എന്ന് പറയുന്നത് ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ജേണൽ എൻട്രി എന്തായിരിക്കും, സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ശിഖാവത്ത് കറണ്ട് അക്കൗണ്ട് ആണ്. ഓക്കെ, സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു സാലറി. സാധാരണ നമ്മൾ സാലറി കൊടുക്കുമ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ് എഴുതുന്നത്. ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കുകയില്ല, ഇയാൾ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇയാൾക്ക് 14,400 രൂപ ഈ വർഷം സാലറി ആയിട്ട് കിട്ടും. അത് നമ്മൾ എഴുതി. ഓർക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് പൊതുവേ നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയത്തില്ല, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് എഴുതേണ്ടത്. നമ്മൾ എങ്ങോട്ടാണ് എഴുതുന്നത്, വി ആർ മെയിൻറ്റെയിനിങ് ദ ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഈ പറഞ്ഞ പോലെ കറണ്ട് അക്കൗണ്ടിലേക്കായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു സാലറി കൊടുത്തു, 1,200 മന്ത്ലി സാലറി കൊടുത്തു, ലെറ്റ് ബി. പിന്നെ അവർ പറഞ്ഞത് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഇൻ 1:2 റേഷ്യോ. നോക്കിയടാ, സാലറി എത്രയാണ്, സോറി പ്രോഫിറ്റ് എത്രയാണ്, 4,500 രൂപ. ഈ വർഷം അവർക്ക് ഉണ്ടായ പ്രോഫിറ്റ് 4,500 രൂപ. അവരതിന് എന്ത് റേഷ്യോയിൽ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു, 1:2. അതായത് ഈ കിട്ടിയ എമൗണ്ടിനെ
3 തുല്യ ഭാഗങ്ങളായിട്ട് വീതിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം ആർക്ക് പോവും? നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ ശിഖാവത്തിന് പോവും. അതിന്റെ 2 ഭാഗം 3 ഈക്വൽ ഭാഗങ്ങളെ തിരിച്ചില്ല. അപ്പോ 1500 ആർക്ക് പോവും? നമ്മുടെ ശിഖാവത്തിന് പോവും. പിന്നെ ഈ ഇൻറ്റു 2 ആർക്ക് പോവും? നമ്മുടെ പുഷ്പയ്ക്ക് പോവും. അപ്പൊ നമ്മൾ ശിഖാവത്തിന്റെ കറണ്ട് അക്കൗണ്ട് ആയതിനെ പുള്ളിക്ക് എന്തുണ്ട്? പ്രോഫിറ്റിന്റെ മേൽ ഷെയർ ഉണ്ട്. ഈ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് അറിയണം. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കും പോലെ വരച്ചിട്ട് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഇവർക്ക് വീതിച്ച് കൊടുക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണിക്കും. ഞാൻ അതൊക്കെ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ ആ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേര് ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോർട്ടേഷൻ അക്കൗണ്ട് എന്ന് പറയും. അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമുക്ക് ചെയ്യാം. ഈ കേസിൽ നമുക്ക് അത് ഒന്നും പറയുന്നില്ല, എക്സ്പെൻസും ഇൻകം ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് പ്രോഫിറ്റാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതും? 1500 രൂപ. ഈ 1500 രൂപ എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിയുടെ ഷെയർ ആണ്. ഓർക്കുക, നമുക്ക് ഈ വർഷം എത്ര ഉണ്ടായിരുന്നു അതൊന്ന് മെൻഷൻ ചെയ്യണം. ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, 4500 രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഈ 4500 രൂപ കമ്പനിയുടെ പ്രോഫിറ്റിനെ ഒരു 1:2, അതായത് 3 തുല്യ ഭാഗങ്ങളായിട്ട് വീതിച്ചിട്ട് അതിൽ ഒരു ഭാഗം ആരെടുക്കും? നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്ററായ ശിഖാവത്ത് എടുക്കും. അടുത്ത 2 ഭാഗങ്ങളും ആര് കൊണ്ടുപോകും? പുഷ്പ കൊണ്ടുപോകും എന്നായിരുന്നു ഇവരുടെ എന്തെന്ന് പറയുന്നത് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആ എഗ്രിമെന്റ് പ്രകാരം ഇവരെന്ത് ചെയ്യാ? ഈ കിട്ടിയ 4500 3 ഭാഗങ്ങളായിട്ട് വീതിച്ചു. ഒരു ഭാഗം ആർക്ക് കിട്ടി? നമ്മുടെ ഈ പുള്ളിക്ക് കിട്ടി. ആരായിരുന്നു? നമ്മുടെ ശിഖാവത്തിന് കിട്ടി. ഇനി അടുത്ത ഭാഗം ആർക്ക് കിട്ടണം? പുഷ്പയ്ക്ക് കിട്ടണം. നമ്മൾ പുഷ്പയുടെ ഒന്ന് എഴുതി തുടങ്ങിയതല്ലേ. ഇനി പുഷ്പയുടെ കാര്യം നോക്കാം. പുഷ്പ എത്രയാണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത്? 40,000. സിമിലർ പ്രൊസീജിയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്നും പറഞ്ഞ് എന്ത് എഴുതും? ഈ 40,000 കാണിക്കും. എന്തല്ലോ പുല്ലുണ്ട്, ഇല്ല, 40,000 കാണിക്കും. എന്നിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ ഈ പ്രോഫിറ്റിന്റെ ഷെയർ ഇത് പുള്ളിക്കും കിട്ടും. എത്രയാണ് കിട്ടണേ? 1500 അല്ല, 3000 ആണ്. ആ 4500 ഇവർ വീതിച്ചത് കണ്ടല്ലോ, അവരുടെ റേഷ്യോയിലാണ് ഇവർ വീതിച്ചത്. ഞാൻ പിന്നീട് ഒരിക്കൽ വൈറ്റ് ബോർഡിൽ ആ റേഷ്യോ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കാം. ഇതിൽ വൈറ്റ് ബോർഡ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോ 4500 പ്രോഫിറ്റിന് അവർ വീതിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ രണ്ടിടത്തും കാണിച്ചു. ഓർക്കുക, അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് മാത്രമേ കാണിക്കത്തുള്ളൂ. ബാക്കി എല്ലാം എവിടെ പോകും? കറണ്ട് അക്കൗണ്ടിലേക്ക് പോകും. ഇനി ഈ പറഞ്ഞ എന്തായിരുന്നു അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദ പാർട്ട്നേഴ്സ് വെയർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എത്രയാണോ ഇവർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് അതിന്റെ 10% ഇവർക്ക് എന്തായിട്ട് കിട്ടും? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ശിഖാവത്ത് കൊണ്ടുവന്ന് 20,000 രൂപയാണ്. അതിന്റെ 10% 2,000 രൂപ ക്യാപിറ്റൽ, ഐ മീൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കിട്ടാൻ ആർക്ക് അർഹതയുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മുടെ ശിഖാവത്തിന് അർഹതയുണ്ട്. 2,000 രൂപ കിട്ടും. ഇതേ സാധനം ആർക്കും കിട്ടണം? നമ്മുടെ പുഷ്പയ്ക്കും കിട്ടണം. ഓർക്കുക, അയാളെ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ പോലും അയാളെ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. എത്ര രൂപ കിട്ടണം? അയാൾക്ക് കിട്ടേണ്ട 2,000 അല്ല, അയാൾ 4,000 അല്ലേ കൊണ്ടുവന്നത്. അപ്പൊ 40,000 അല്ലേ കൊണ്ടുവന്നത്. 40,000 10%, 4,000 രൂപ അയാൾക്ക് എന്തായിട്ട് കിട്ടണം? ഇൻട്രസ്റ്റ് ആയിട്ട്, ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട്. ക്യാപിറ്റൽ കൊടുത്തു എന്നതിനുണ്ട് ഒരു അഡീഷണൽ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു പോവാണ്. നമ്മൾ രണ്ടുപേരുടെയും ക്യാപിറ്റൽ അവരവരുടെ അക്കൗണ്ടിൽ, കറണ്ട് അക്കൗണ്ടുകളിൽ കാണിച്ചു. ഇനി 1,200 രൂപ സാലറി കൊടുത്തു. പ്രോഫിറ്റിനെ 1:2 ഷെയർ ചെയ്തു. 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്തു. ഇനി ഇവർക്ക് എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ എന്ത് കാണിക്കണം? ഡ്രോയിങ്സ് കാണിക്കണം അല്ലെ. ഇവരുടെ ഡ്രോയിങ്സ് എത്രയും നോക്കിയടാ പറയുന്നുണ്ട്. ഈ വർഷം നോക്കുമ്പോൾ ശിഖാവത്ത് 500 രൂപയുടെ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിഖാവത്തിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ജേണൽ എൻട്രി ഓർമ്മയില്ലെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. ഇവർക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളെല്ലാം എന്താ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇവർക്ക് നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇയാൾക്ക് നമ്മുടെ ബിസിനസ്സിന് മേലുള്ള ക്ലെയിം കുറയ്ക്കുന്ന ഒരു കാര്യമല്ലേ. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു.
ഇനി പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും. 500ന്റെ എത്ര എടുക്കണം? 8%. നമുക്ക് നോക്കാം. 500ന്റെ 8% 40 രൂപ. 500 രൂപ ഇവർ ഈ ബിസിനസ്സിന് എടുത്തു എന്നുള്ള കാരണം കൊണ്ട് ഇൻട്രസ്റ്റ് എത്ര രൂപ ഉണ്ട്? 40 രൂപ കൊടുക്കേണ്ടി വന്നു. ഇനി നമ്മൾ ഇയാളുടെ കാര്യം നോക്കാം. ഇയാൾ എടുത്തത് 200 രൂപയാണ്. ഇരുന്നൂറ് രൂപയാണ്. 200 രൂപയുടെ 8%. 200 രൂപയുടെ 8% 16 രൂപ ഇയാൾ എന്തായിട്ട് കൊടുക്കണം? ഇൻട്രസ്റ്റ് ആയിട്ട് ബിസിനസ്സിന് അങ്ങോട്ട് കൊടുക്കും. ഈ ഇൻട്രസ്റ്റ് ബിസിനസ് ഇവർക്ക് തരുന്നതാണ്. ഈ ഇൻട്രസ്റ്റോ ബിസിനസ് അങ്ങോട്ട് കൊടുക്കുക, സോറി ഇവര് ബിസിനസ്സിലോട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലാക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ ഇൻകം ഫോർ ദി ഓണേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ആൻ ഇൻകം ഫോർ ദി ബിസിനസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും കാണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഇത്രയും അവർക്ക് കിട്ടി, ഇത്രയും അവരുടെ കയ്യിൽ നഷ്ടമായി. അപ്പൊ ഇവർക്ക് ലാഭമാണോ നഷ്ടമാണോ നോക്കുക, ആ ഒരു ബിസിനസിന്റെ കാര്യത്തിൽ. നോക്കിയടാ, കാൽക്കുലേറ്റർ എടുക്കുന്നു. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സലിൽ തന്നെ ചെയ്യാം. ബട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനും ചെയ്യുന്നതേ ഉള്ളൂ. 1024,400 പ്ലസ് 1500 പ്ലസ് 2000 17,900 17,900. നമുക്ക് ഷുവറാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഷുവറാണ്, ഇതാണ് ഹയസ്റ്റ് ടോട്ടൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ കോപ്പി ചെയ്ത് എവിടെയും വെക്കണം? ഇവിടെയും വെക്കണം. ഇവിടെ എത്രയേ ഉള്ളൂ? 500, 400 ഉള്ളൂ. അപ്പൊ ആ ഡിഫറൻസിന് ഇവിടെ എന്തായിട്ട് എഴുതണം? ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതണം. ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതുന്നത് എത്രയായിരിക്കും? നോക്കിയടാ, ഈ എമൗണ്ട് -540 17,360 17,360. സോ ദിസ് ഈസ് അവർ ആൻസർ ഹിയർ. ഇനി ഇവിടെ നോക്കിയേ, ഇയാൾക്ക് ഒരു കുറവ് വന്നത്, ഇയാൾക്ക് സാലറി ഇല്ല അല്ലെ? നമ്മുടെ പുഷ്പയ്ക്ക് മറ്റു പുള്ളിക്ക് സാലറി ഉള്ളൂ. ഇവിടത്തെ ടോട്ടൽ നമുക്കറിയാം എത്ര? 7,000. 7,000 ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ 7,000 തന്നെ ഡെബിറ്റും ക്രെഡിറ്റ് നോക്കുമ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് ടോട്ടൽ 7,000. ഇനി ഈ സൈഡിന് 7,000 കൊണ്ട് എത്തിക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപ വേണം? ആ ഡിഫറൻസ് ആണ് നമ്മൾ ബാലൻസ് ആയിട്ട് എഴുതുന്നത് അല്ലേ? ഈ സൈഡിൽ 7,000 ടോട്ടൽ കൊണ്ട് എത്തിക്കണമെങ്കിൽ ഇപ്പൊ എത്രയേ ഉള്ളൂ? 216 രൂപയുള്ളൂ. ബാക്കി 6,784 6,784 നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിക്സഡ് അക്കൗണ്ട് മെത്തേഡിലൂടെ ചെയ്യുന്നത്. ഈ അക്കൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് വേറെ അഡീഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്തിടാം. ബാലൻസ് ക്യാരി ഡൗൺ 20,000. ക്ലോസ് ചെയ്തു. അതേപോലെ ഒരു 40,000 നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ അക്കൗണ്ടും ക്ലോസ് ചെയ്തു, കറണ്ട് അക്കൗണ്ടും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വലിയ കുലുക്കം ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണ് ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നമ്മൾ കറണ്ട് അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്തു പോകുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാണ്. അതിന് നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ അവിടെ റിപ്പീറ്റ് ചെയ്ത് ഒരേ സമയം കളയുന്നില്ല. ആ വ്യത്യാസം മാത്രം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. ഇങ്ങനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പോകുന്നത്. പേര് പറയുന്ന പോലെ തന്നെ എന്താണ്? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. എങ്ങനെ ഇവിടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അകത്ത് തന്നെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ആയിരിക്കത്തില്ല. നോക്കിയടാ, നമ്മൾ ആദ്യം പറയുന്നു ശിഖാപത്ത് 20,000 ക്യാഷ് കൊണ്ടുവന്നു, ഈ വർഷത്തെ സാലറി കൊടുത്തു,
4,500 രൂപ പ്രോഫിറ്റ് കിട്ടിയില്ല, അയാളുടെ ഷെയർ കൊടുത്തു, എല്ലാം അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താ വ്യത്യാസം? നേരത്തെ പറഞ്ഞപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു പറഞ്ഞത്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന കാര്യം മാത്രം പറഞ്ഞിട്ട് ബാക്കി എല്ലാം നമ്മൾ കറണ്ട് അക്കൗണ്ട് പറഞ്ഞ് മറ്റൊരു അക്കൗണ്ടിലാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ആ ഒരു വ്യത്യാസമില്ല, രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വരും. ഓക്കെ, അപ്പോൾ ബാലൻസിൽ എന്തായാലും എന്തോരും വ്യത്യാസം വരും. നമുക്ക് നോക്കാം ഇവിടുത്തെ ബാലൻസ് എത്ര വരുമെന്ന്. അപ്പോൾ പുള്ളി 20,000 രൂപ ക്യാപിറ്റലായിട്ട് ഇൻഡ്യൂസ് ചെയ്തു. 14,400 രൂപ പുള്ളിയുടെ സാലറി ഉണ്ട്. 1,500 രൂപ പ്രോഫിറ്റിന്റെ ഷെയർ ഉണ്ട്. 2,000 രൂപ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, 37,900, 37,900 ആണ് ഇവിടുത്തെ ടോട്ടൽ. എന്തായാലും തന്നെ ആയിരിക്കും ഹയസ്റ്റ്. സോ ഞാൻ അതിനെ കോപ്പി ചെയ്ത് ഇവിടെ വെക്കാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന രീതിയാണ്, പലർക്കും അറിയത്തില്ല. ടോട്ടൽ രണ്ട് സൈഡ് നോക്കുക, ഹയസ്റ്റ് ടോട്ടലിനെ രണ്ട് സൈഡും എടുത്ത് എഴുതുക. ഓക്കെ, അങ്ങനെ ഹയസ്റ്റ് ടോട്ടൽ രണ്ട് സൈഡും എടുത്ത് എഴുതി. ഇനി ഈ സൈഡിൽ ഈ എന്തായാലും ഈ പറഞ്ഞ എമൗണ്ട് ഇല്ല. അപ്പൊ ഈ നമ്മൾ ഈ എമൗണ്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ എത്ര അഡീഷണൽ വേണം അതറിയാൻ 37,900 മൈനസ് 540 ചെയ്യുമ്പോൾ 37,360 വരും. 37,360 വരും. ഇതാണ് ഇവിടുത്തെ ബാലൻസ് ക്യാരിഡ് ഓൺ. അടുത്ത വർഷം തുടങ്ങുമ്പോൾ ശിഖാവത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യന് ഈ ബിസിനസ്സിന് മേലുണ്ടാവുന്ന ക്ലെയിം അവകാശം ഈ പറഞ്ഞ എമൗണ്ട് ആണ്. ഇതേ പരിപാടിയാണ് ആരുടെ മേലെ? നമ്മുടെ പുഷ്പയുടെ മേലെ. ഇവിടെ 7,000 പ്ലസ് 40,000 47,000 വരും. 47,000 കോപ്പി ചെയ്ത് ഇവിടെ വയ്ക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഇവിടെ എന്തായാലും 47,000 ഇല്ല. 47,000 ടോട്ടലിലേക്ക് കൊണ്ടെത്തിക്കാൻ എത്ര രൂപ അഡീഷണൽ ആയിട്ട് വേണം? 47,000 മൈനസ് 216, ദാറ്റ് ഈസ് ഈക്വൽ ടു 46,784, 46,784. ബാലൻസ് ക്യാരി ഡൗൺ. ഇതായിരിക്കും നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പേര് പറയുന്ന പോലെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസിന് എന്തുണ്ട്? വലിയ ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നോക്കിയടാ, നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെയും ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയായിരുന്നു? കൊണ്ടുവന്ന അതേ എമൗണ്ട്, അല്ല വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. നോക്കിയടാ, നമ്മൾ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് എത്ര കിട്ടി? 17,360. അതേ പ്ലസ് ക്യാപിറ്റൽ വലിയ 37,360. അത് തന്നെയായിരിക്കും ഫ്ലക്ച്വേറ്റിൽ. ഒന്നും ചെയ്തില്ല, വേറെ ഒരു ചേഞ്ചും ഇല്ല. ഫ്ലക്ച്വേറ്റിംഗില് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ ക്യാഷിന്റെ കാര്യം കാണിച്ചു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കുന്നു. For fluctuating capital മെത്തേഡിന്റെ അകത്ത് the capital will have every kind of transaction that relates to the investor or the owner. അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിലോ ക്യാപിറ്റൽ അക്കൗണ്ടും കാണും, കറണ്ട് അക്കൗണ്ടും കാണും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വലിയ അനക്കം സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? അനങ്ങുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കറണ്ട് അക്കൗണ്ടിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പാർട്ണർഷിപ്പ് അക്കൗണ്ടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കണക്ക്. ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും പോവാം. ഓക്കെ, എന്തുണ്ടെങ്കിലും പറയാം. താങ്ക് യു.